ഇന്നലെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും തുടരും. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹം. സവർണർ, അവർണർ. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇതിന് അറുതി വന്നെങ്കിലും രഹസ്യമായിട്ട് ഇത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സത്യം. ഈ മഹാനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. പേപ്പട്ടി, അത് മതി. പേ പിടിച്ചവരെ പേപ്പട്ടി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുന്നത്? ഒരു അധ്യാപകനെ ഇങ്ങനെ വിളിക്കുന്നതിനകത്ത് ക്ഷമിക്കണം. പക്ഷേ ഇവനെ അധ്യാപകനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവനെ അധ്യാപകൻ എന്ന് പോയിട്ട് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് ഓൾറെഡി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ഇയാളെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഒരു മൃഗം എന്ന് വേണേൽ വിശേഷിപ്പിക്കുക. ഇയാളെപ്പോലുള്ള നെറികെട്ട വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന അധ്യാപകരാണ് ഈ ഒരു നാടിൻ്റെ ശാപം. അധ്യാപകൻ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇതുപോലത്തെ നെറികെട്ട ചില ആളുകളുണ്ടാവും. അക്ഷരമുറ്റത്തെ പ്രകാശിപ്പിക്കേണ്ടവർ തന്നെ വിവേചനത്തിൻ്റെ ഇരുണ്ട നിഴൽ വിതറുമ്പോൾ അവർ അധ്യാപകരല്ല, മനുഷ്യ അവകാശബോധം നഷ്ടപ്പെട്ട ക്രൂരന്മാരാണ്. പഠിച്ചുയരാൻ സ്വപ്നങ്ങളുമായി എത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതവും ഭാവിയും ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ തകർക്കുന്നത് ഒരു സാധാരണ കുറ്റമല്ല. അത് മാനവികതയെ തന്നെ അപമാനിക്കുന്ന ഗുരുതരമായിട്ടുള്ള അതിക്രമമാണ്. ഇത്തരം ജാതിവെറിയും അന്യായവും ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സുരക്ഷിതവും വിവേചനരഹിതവുമായി മാറേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നീതി ഉറപ്പാക്കാനും ഓരോ വിദ്യാർത്ഥിയുടെയും ജീവനും സ്വപ്നങ്ങളും സംരക്ഷിക്കാനുമായിട്ട് നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം.